മറക്കാനും വെറുക്കാനും കഴിയില്ലല്ലോ എന്റെ തേനിമ്പപ്പൂമയിലാളേ നല്ല ചെമ്പകപ്പൂ മലർമോളേ. കരളായ പൂങ്കുയിലെ കനവിൽ നീ അണയുമ്പോൾ കൊതിയുണ്ടെന്നുള്ളിൽ നിൻ മധുനുകരാൻ. കരളായ പൂങ്കുയിലെ കനവിൽ നീ അണയുമ്പോൾ കൊതിയുണ്ടെന്നുള്ളിൽ നിൻ മധുനുകരാൻ. ഇടനെഞ്ചിനുള്ളിൽ അനുരാഗ കൂടുകൂട്ടി ഇണക്കിളി ഇണക്കിളി നിനക്കായി ഞാൻ കാത്തിരുന്നു എന്റെ കനവിലെ മെഹബൂബെ ഓർത്തിരുന്നു. മറക്കാനും വെറുക്കാനും കഴിയില്ലല്ലോ എന്റെ തേനിമ്പപ്പൂമയിലാളേ നല്ല ചെമ്പകപ്പൂ മലർമോളേ. മറക്കാനും വെറുക്കാനും കഴിയില്ലല്ലോ എന്റെ തേനിമ്പപ്പൂമയിലാളേ നല്ല ചെമ്പകപ്പൂ മലർമോളേ. മറക്കാനും വെറുക്കാനും കഴിയില്ലല്ലോ എന്റെ തേനിമ്പപ്പൂമയിലാളേ നല്ല ചെമ്പകപ്പൂ മലർമോളേ. എടാ
നീ ഇവിടെ സൈക്കിൾ തുടച്ചിരിക്കാ? മുന്നാലാരണ്ടേ? നീ വരാൻ വൈകിയ കാരണല്ലേ ഞാൻ സൈക്കിൾ തുടക്കാൻ. ചായ കുടിക്കാന്നു, അതാ നേരം വൈകിയത്. ശരി വാ, ഇന്ന് ഞാനാ ഫസ്റ്റ് ആടുന്ന കേട്ടോ. അയ്യടാ, ഇന്നലെ നീയല്ലേ ഫസ്റ്റ് ആടിയത്, ഇന്ന് ഞാനാ ഫസ്റ്റ് ആടുന്നത്. എടാ, നിനക്കറിയോ എന്റെ കൂട്ടുകാരി ദിവ്യയില്ലേ, അവളെനിക്ക് 4 ഫോറിൻ ചോക്ലേറ്റ് തന്നു. അതിന് അവൾക്ക് എവിടുന്ന ഫോറിൻ ചോക്ലേറ്റ് കിട്ടിയത്? ആ കുട്ടീന്റെ അച്ഛൻ ദുബായിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. എന്നിട്ടാ ചോക്ലേറ്റ് ഇവിടെ ഞാൻ തിന്നു. എന്ത് രസാണെന്നറിയോ. ഇനി നീ എനിക്ക്, ഞാനിരിക്കാം. ശരി. നിനക്കറിയോ എന്റെ ക്ലാസ്സിലുള്ള മുന്നീറിന്റെ ഉപ്പയും ദുബായിലാ. അവന്റെ ഉപ്പ് വരുമ്പോ എനിക്ക് സംസാരിക്കുന്ന മുയലിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കുന്ന മുയലോ? ആ അതെ, ദുബായില് കൊറേ ഉണ്ടത്തെ സംസാരിക്കുന്ന മുയലുകള്. കല്ല് വെച്ചെന്നാണ്. അല്ലല്ല, ഞാൻ സത്യം പറയണേ. ആഹാ, നല്ല പണിയിലാണല്ലോ ആയിഷ. ആ, പെരുന്നാളായില്ലേ, പണികൾ ഓരോന്നും കഴിച്ചു വെച്ചാ പിന്നെ ആ സമയത്ത് ബുദ്ധിമുട്ടില്ലല്ലോ. ഉമ്മ വന്നില്ലേ? ഉമ്മ അടുക്കളയിലുണ്ട്. നോമ്പുതിരക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാ. ഉമ്മ തൊട്ടടുത്തന്നെ താമസിക്കുന്നോണ്ട് ഒരു സമാധാനമുണ്ട്. അത് തന്നെ ഒരു മഹാഭാഗ്യാന്നേ. മോളെ, ഊഞ്ഞാലോട്ടൊക്കെ മതിയൊക്കെ എഴുന്നേറ്റേ, പരീക്ഷയാ വരാൻ പോകുന്നത്. കളി കളി എന്നുള്ള ഒരൊറ്റ വിചാരേ ഉള്ളൂ. പഠിക്കണമെന്നില്ല കുട്ടികൾക്ക്. അതൊന്നും പറയാതിരിക്കാ ഭേദം. ദേ, ഒരുത്തൻ കണ്ടില്ലേ, സ്കൂളിൽ വന്ന പാടെ ഊഞ്ഞാലും സൈക്കിളുമായിട്ട് അവിടെ നിൽക്കുക. മോനിപ്പോ അസുഖം എങ്ങനെയുണ്ട്? കുറവുണ്ട്, എന്നാലും മനസ്സിന് വല്ലാത്ത സമാധാനത്തോടെ. മാത്യു ഡോക്ടർ തന്നെയാണല്ലോ ഇപ്പോഴും ചികിത്സ. അദ്ദേഹം നല്ല ഡോക്ടർ, അതാ ഞങ്ങളുടെ ഒരു സമാധാനം. മോന്റെ അസുഖമൊക്കെ മാറും ആയിഷ. ഇന്നത്തെ കാലത്ത് എല്ലാ അസുഖങ്ങൾക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ? എന്റെ മോനില്ലാത്തൊരു ജീവിതത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കവിത. ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ചേച്ചി, താഴെ വീണു. നീ വിഷമിക്കണ്ട ആയിഷ, എന്ത് പറ്റിയടാ? എനിക്ക് തല ചുറ്റിയതാ അമ്മ. ഡോക്ടർ വിളിച്ചാലോ കവിത? വേണ്ട ആയിഷ, ഊഞ്ഞാലാടിപ്പോ തല കറങ്ങിയതാവും. വാ മോനെ, കളിച്ചത് മതി. എനിക്ക് ഒന്നുമില്ല അമ്മ, ഞാൻ കുറച്ചു നേരം കൂടെ കളിച്ചിട്ട് വരാം. ആയിഷ, അവൻ കളിച്ചോട്ടെ, പുറത്തൊന്നും അല്ലല്ലോ, നമ്മുടെ കണ്ണുവെട്ട തന്നെയല്ലേ. മോളെ വാ, പോകാം. അച്ഛനിങ് എത്താറായി. ആ, അച്ഛന്റെ സ്വഭാവം അറിയാലോ. ഞാൻ പോവാ, നാളെ വരാട്ടോ. പോയിട്ട് വരാട്ടോ ആയിഷ. എന്തോരം പഠിക്കാനുണ്ടെങ്കിൽ നിനക്ക് ഹോംവർക്ക് ചെയ്യാനുള്ള കാര്യമൊക്കെ മറന്നോ? അതിനെങ്ങനാ, കളിക്കണം എന്നുള്ളൊരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. എന്താ മോളെ? ഊഞ്ഞാലിന്ന് വീണു. ഊഞ്ഞാലാടണ്ടെന്ന് പറഞ്ഞ കേക്കില്ല. അവൻ പോയി കളിക്കട്ടെ മോളെ. റഫീഖ് മോനെ, മോനെ റഫീഖേ, വിളിച്ച വിളി കേട്ടൂടെ മോനെ? നിന്നെപ്പോലല്ലേ കാവ്യം, നല്ല കുട്ടികൾ അങ്ങനെയാ. നിന്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടാവും. എന്റെ മോന് പഠിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, കളിച്ചോണ്ട് നിന്നു. പരീക്ഷ വരാൻ പോണത്. എല്ലാ കുട്ടികളും നല്ലോണം പഠിച്ചിരിക്കുമ്പോ എന്റെ മോന് വട്ടപ്പൂച്ചു നിൽക്കും. ഞാൻ ഈ സൈക്കിൾ തുടച്ച് വൃത്തിയാക്കല്ലോ ഉമ്മ. ആ, നീ സൈക്കിളും തുടച്ചു നിന്നോ? സ്കൂളിൽ ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോ സൈക്കിളിന്റെ പടം കാണിച്ചു കൊടുക്കാലോ. മോനെ, നിനക്ക് ഹോംവർക്ക് ചെയ്യണ്ടേ? ഉമ്മ പറയുന്നത് കേൾക്കും. ഇപ്പോഴും എടുത്തേച്ച് പഠിക്കും. ഉമ്മ, എന്റെ ക്ലാസ്സിലുള്ള മുനീറിനും ദിൽഷാക്കും ജാസ്മിനും ഒക്കെ നോമ്പുണ്ട്. എനിക്ക് മാത്രമാ നോമ്പില്ലാത്തത്. എന്റെ മോനിപ്പോ നോമ്പെടുക്കണ്ട, സൂക്കേടിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടല്ലേ മോനോട് ഉമ്മ നോമ്പെടുക്കണ്ടെന്ന് പറഞ്ഞത്. ഞാൻ എന്തായാലും നാളെ നോമ്പെടുക്കും. മരുന്ന് കഴിക്കാതെ നോമ്പെടുത്താ സൂക്കേട് കൂടും. അതുകൊണ്ട് അടുത്ത കൊല്ലം മോന് നോമ്പെടുക്കാം. നല്ല കുട്ടിയല്ലേ, ഉമ്മ പറയണത് കേൾക്ക്. ഇല്ല, എല്ലാ കുട്ടികളും പോലെ എനിക്ക് നോമ്പെടുക്കണം. ഞാൻ എന്ത് പറഞ്ഞാലും ഉമ്മ സമ്മതിക്കില്ല, അതെനിക്കറിയാം.
നോമ്പെടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഉമ്മയോട് ഞാൻ മിണ്ടൂല. ജോലിയാണെങ്കിൽ അല്പം കൂടുതലാ. റമദാനും കൂടി ആയാ പറയാൻ വേണ്ടല്ലോ. അത് ശരിയാ. കേറണില്ലേ? ഇല്ല, ഞാൻ പോട്ടെ. എന്നാ ശരി. എന്താണ് നാളത്തെ നോമ്പെടുക്കാൻ സമ്മതിക്കുമ്മ? എന്താ ഉമ്മയും മോനും കൂടി ഒരു തർക്കം? നല്ല തർക്കം തന്നെയാ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇവന് നാളെ നോമ്പെടുക്കുന്ന ഒരേ വാശി. ഉപ്പ, എന്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും നോമ്പുണ്ട്, എനിക്ക് മാത്രമാ നോമ്പില്ലാത്തത്. അതിനെന്താ, മോൻ ഇനിയും നോമ്പെടുക്കാലോ. മോനിപ്പോ മരുന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ. അതിനു മുമ്പ് നോമ്പും കൂടി ആയാ തളർന്നു പോകും. 3 നേരവും സമയത്തിന് ഭക്ഷണം കഴിച്ച് ഒരു നേരം പോലും തെറ്റാതെ മരുന്ന് കഴിക്കണം എന്നല്ലേ ഡോക്ടർ മോനോട് പറഞ്ഞിരിക്കുന്നത്? അപ്പോ മരുന്ന് തെറ്റിച്ചാ മോൻ തളർന്നു പോകും. നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാ പെരുന്നാളായില്ലേ. നാളിപ്പ വരുമ്പോ പുതിയ ഷർട്ടും പാന്റും മോൻ എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ആയിഷ, അടുത്ത കൊല്ലത്തെ എല്ലാ നോമ്പും മോനെ കൊണ്ട് എടുപ്പിക്കണം കേട്ടോ. വേണ്ട വേണ്ട, അടുത്ത കൊല്ലത്തെ നോമ്പ് എനിക്ക് എടുക്കണ്ട. ഞാൻ എന്തായാലും നാളെ നോമ്പെടുക്കും. മോനെ, റഫീഖെ, ഉപ്പമ്മയും പറഞ്ഞത് കേൾക്കാൻ എന്തോ ഒരു മടി. നാളെ നീ നോമ്പെടുക്കുന്നില്ല, മനസ്സിലായല്ലോ? മോൻ വാശി പിടിക്കല്ലേ. ഉപ്പ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ രണ്ടാളും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നാളെ നോമ്പെടുക്കും. ആഹാ, അതിന് നിന്നെ അത്താഴത്തിന് വിളിച്ചില്ലെങ്കിലോ? വേണ്ട, അത്താഴത്തിന് വിളിക്കണ്ട. ഇപ്പൊ ചോറിനെടുക്കുമ്പോ ഞാൻ നേരത്തെ വെച്ചെടുക്കും. എന്താ മോനെ ഇത്? വേണ്ട, ഉമ്മ എന്നോട് മിണ്ടണ്ട. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മോനെ, നീ എന്താ ഒന്നും കഴിക്കാത്തത്? എനിക്കൊന്നും വേണ്ട. നാളെ നോമ്പെടുക്കാൻ സമ്മതിച്ചാലേ ഞാൻ എന്തെങ്കിലും കഴിക്കും. അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ മോൻ എന്തെങ്കിലും കഴിക്കേ. അല്പം ലാളന കൂടിപ്പോയത് കൊണ്ടാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്. കുട്ടികളായാല് ഇങ്ങനെ വാശി പാടില്ല. നോക്കിക്കോ, ഞാൻ എന്തായാലും നാളെ നോമ്പെടുക്കും. നീ നോമ്പെടുക്കും. വേഗം കഴിക്കേ മോനെ. ഇതെന്താ ഓത്തും പൈത്തൊന്നുമില്ലേ? റഫീഖേ, ചെല്ല്, കൈ കഴുകി ഖുർആൻ എടുത്ത ചോദ്യേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം കല്ലാ ഇന്നൽ ഇൻസാന ലയതഗാ അർറആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക്കർ റുജ്അ അറഅയ്തല്ലദീ യൻഹാ അബദൻ ഇദാ ഇക്കാടെ മുഖത്ത് നല്ല ക്ഷീണുണ്ട്. റമദാൻ മാസമല്ല ആയിഷ, ക്ഷീണമില്ലാതെ ഇരിക്കുമോ? വിശ്രമമില്ലാതെ ജോലി ചെയ്ത് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കരുത്. മോന്റെ ചികിത്സയ്ക്കുള്ള പണത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ വിശ്രമം എന്ന വാക്കിന് അവിടെ സ്ഥാനമില്ല മോനെ. ഒരു എന്നാലും ഇല്ല. പാവം കുട്ടി ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഒരു സൂക്കേടുകാരനായി പോയില്ലേ. നോമ്പെടുക്കാൻ സമ്മതിക്കാത്തതിൽ അവന് നല്ല വിഷമമുണ്ട്. ഒരു നേരം പോലും മരുന്ന് മുടക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? മരുന്നുകൊണ്ട് എത്ര കാലം പിടിച്ചേക്കാൻ പറ്റും? സത്യം പറഞ്ഞാൽ അവന്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമില്ല ആയിഷ. ഓരോന്നും പറഞ്ഞ് മനസ്സ് വിഷമിക്കണ്ട, കിടന്നോളൂ. പുലർച്ചെ അത്താഴത്തിന് എഴുന്നേൽക്കേണ്ടതല്ലേ?
സോദരിമാരെ പാതിരാക്കിളികളുണർന്നു തക്ബീർ ചൊല്ലുന്നു. പുണ്യ റംസാനിലെ മാഹാത്മ്യങ്ങൾ പാടിപ്പറയുന്നു. കുളിർക്കാറ്റുകളേകി കിടന്നു മയങ്ങും സോദര സോദരിമാരെ പാതിരാക്കിളികളുണർന്നു തക്ബീർ ചൊല്ലുന്നു. പുണ്യ റംസാനിലെ മാഹാത്മ്യങ്ങൾ പാടിപ്പറയുന്നു. റംസാനിലെ നോമ്പുകൾ 30 അല്ലാഹു നമ്മൾ കരുളിയതല്ലേ. അതിനായി നാളുകൾ ഇനിയും വെറുതെ കളയേണ്ട. പുണ്യ റംസാനിലെ നോമ്പുകൾ നോൽക്കാൻ വേഗമുണർന്നിടുവിൻ. കുളിർക്കാറ്റുകളേകി കിടന്നു മയങ്ങും സോദര സോദരിമാരെ പാതിരാക്കിളികളുണർന്നു തക്ബീർ ചൊല്ലുന്നു. പുണ്യ റംസാനിലെ മാഹാത്മ്യങ്ങൾ പാടിപ്പറയുന്നു. റംസാനിലെ ശീതക്കാറ്റിൽ സുഖലോലുപരായി മയങ്ങുന്നവരെ റബ്ബിന്റെ കൽപ്പനയൊന്നും മറന്നു പോകരുത്. പുണരൂ സോദരേ. അത്താഴത്തിനുള്ള സമയായി. വന്നില്ലേ? പാതിരാക്കിളികളുണർന്നു തക്ബീർ ചൊല്ലുന്നു. പുണ്യ റംസാനിലെ മാഹാത്മ്യങ്ങൾ الصلاة خير من النوم. الصلاة خير من النوم. تلك آيات الكتاب أنزلناه റഫീക്കേ, സ്കൂളിൽ പോവാൻ നേരായി, വേഗം വാ. ഉമ്മ, ഞാൻ പോവാ. റഫീഖേ മോനെ ഇങ്ങോട്ട് വാ. മോനെ നീ ചായ കുടിച്ചില്ലല്ലോ. ഉമ്മ, ഞാനൊന്നും കഴിക്കൂല, എനിക്കിന്ന് നോമ്പാ. വാ മോനെ, നിനക്ക് മരുന്ന് കഴിക്കാനുള്ളതാ. നോമ്പെടുക്കണ്ടെന്ന് നിന്നോട് പറഞ്ഞതല്ലേ. ഞാനിതിൽ ഉമ്മയോടും പറഞ്ഞല്ലേ. മോനെ, ഉമ്മ പറഞ്ഞതനുസരിക്കും. ഒന്നും കഴിച്ചില്ലേ എന്റെ മോൻ തളർന്നു പോകും. ഡോക്ടർ പറഞ്ഞത് മോനും കേട്ടതല്ലേ. മരുന്ന് തെറ്റിയാൽ ഉമ്മാന്റെ മോന്റെ സൂക്കേട് കൂടില്ലേ. ഒരു ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിലും ഒന്നും വരില്ലമ്മ. ഇന്ന് എന്തായാലും എനിക്ക് നോമ്പാ. സ്കൂളിൽ പോവാൻ നേരെ, ഞാൻ പോവാ. മോനെ
മകരിബിൻ ശോണിമ കവിളിലണിഞ്ഞോളെ മധുവിധു നാളിൻ മധുകൾ പാടാനായി മണിമാരൻ വരണുണ്ടല്ലോ ആയിഷ മണിമാരൻ വരണുണ്ടല്ലോ മക്കിപ്പൂ അത്തർ പൂശിയ ആയിഷ മണവാട്ടി നാണമെന്റെ ആയിഷ മക്കളയിട്ട മഞ്ജുള മഞ്ജുഷ മരുമല മുഞ്ചത്തി കാഞ്ചന കഞ്ചുക മുഞ്ചു പരത്തും നല്ലൊരു വമ്പത്തി മക്കളയിട്ട മഞ്ജുള മഞ്ജുഷ മരുമല മുഞ്ചത്തി കാഞ്ചന കഞ്ചുക മുഞ്ചു പരത്തും നല്ലൊരു വമ്പത്തി മകരിബിൻ ശോണിമ കവിളിലണിഞ്ഞോളെ മധുവിധു നാളിൻ മധുകൾ പാടാനായി മണിമാരൻ വരണുണ്ടല്ലോ ആയിഷ മണിമാരൻ വരണുണ്ടല്ലോ ഹലാലായ കനിയല്ലേ അഴകുത്ത മഞ്ചല്ലേ മിസ്കാല് മഹറിന് കബൂലാക്കിയ മുത്തല്ലേ മുത്താരി മറവുള്ള മോളല്ലേ ആഖിറം വരേക്കും ഞാൻ നിന്റെ റൗദത്തല്ലേ മകരിബിൻ ശോണിമ കവിളിലണിഞ്ഞോളെ മധുവിധു നാളിൻ മധുകൾ പാടാനായി മണിമാരൻ വരണുണ്ടല്ലോ ആയിഷ മണിമാരൻ വരണുണ്ടല്ലോ ഹലാലായ കനിയല്ലേ നീയൻ അതവൊത്ത മൊഞ്ചല്ലേ 14 രാവിന്റെ കമറൊളിച്ചേലല്ലേ പാരിൻ ശോഭയുള്ള ചുങ്കനം ശംസല്ലേ ആകിറും വരേക്കും ഞാൻ നിന്റെ ആരനല്ലേ മകരിബിൻ ശോണിമ കവിളിലണിഞ്ഞോളെ മധുവിധു നാളിൻ മധുകൾ പാടാനായി മണിമാരൻ വരണുണ്ടല്ലോ ആയിഷ മണിമാരൻ വരണുണ്ടല്ലോ മക്കിപ്പൂ അത്തർ പൂശിയ ആയിഷ മണവാട്ടി നാണമെന്റെ ആയിഷ മക്കളയിട്ട മഞ്ജുള മഞ്ജുഷ മധുമല മുഞ്ചത്തി കാഞ്ചന കഞ്ചുക മുഞ്ചു പരത്തും നല്ലൊരു വമ്പത്തി മക്കളയിട്ട മഞ്ജുള മഞ്ജുഷ മധുമല മുഞ്ചത്തി കാഞ്ചന കഞ്ചുക മുഞ്ചു പരത്തും നല്ലൊരു വമ്പത്തി മകരിബിൻ ശോണിമ കവിളിലണിഞ്ഞോളെ മധുവിധു നാളിൻ
മോളെ അന്നത്തെ പോലെ തിളച്ചെണ്ണ മോത്തേക്ക് വീഴണ്ട. അൻവർ വരേണ്ട സമയമായല്ലോ മോളെ. ചിലപ്പോ മാത്യു ഡോക്ടറെ കണ്ടിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ ഉമ്മ കാലത്ത് പോയത്. ഉമ്മ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഇന്ന് നോമ്പാണെന്നും പറഞ്ഞ് ഒന്നും കഴിക്കാതെ റഫീഖ് സ്കൂളിൽ പോയിരിക്കുന്നത്. അവന് മരുന്ന് മുടക്കാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടായിരുന്നോ മോളെ? പറഞ്ഞാ കേക്കണ്ടേ ഉമ്മ? ഇന്ന് നോമ്പെടുക്കണമെന്നും പറഞ്ഞ് ഇന്നലെ മുതൽ തുടങ്ങിയ വാശിയാവൻ. ചേച്ചി, റഫീഖ് എവിടെ കാര്യമോളെ? റഫീഖ് തല ചുറ്റിട്ട് കട്ടിലേക്ക് കിടക്ക. അല്ലാ, ഞാൻ പോവാ. എന്റെ കുട്ടിക്ക് എന്ത് പറ്റി പഠിച്ചോനെ? ആഹാ, ഉറങ്ങാണോ മോനെ? റഫീഖേ, റഫീഖേ എണീറ്റ മോനെ, വല്ലതും വന്ന് കഴിച്ചേ. റഫീഖ് മോനെ എണീറ്റ് എന്തെങ്കിലും കഴിച്ചേ, ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറും. റഫീഖേ എണീക്ക് മോനെ. നിങ്ങള് പോയിക്കോ അമ്മ, ഞാനൊന്ന് ഉറങ്ങട്ടെ. ഈ ചെക്കന്റെ ഒരു കാര്യം. ഇനിയിപ്പൊ കുറച്ചു നേരം കൂടി കഴിഞ്ഞാ നോമ്പ് തുറക്കാറായില്ലേ മോളെ? അവൻ കിടക്കട്ടെ. അൻവരാവും. മോള് ചെന്ന് വാതില് തുറക്ക. ഡോക്ടർ എന്ത് പറഞ്ഞു? പതിവുള്ളത് തന്നെ, എല്ലാം ശരിയാവും, പ്രാർത്ഥിക്കാം. എന്തായി പൊതിയില്? ഇതിൽ കുറച്ച് കമ്പത്തിരി മത്താപ്പൊക്കെയാ. റഫീഖിന് വലിയ സന്തോഷാവും. അവന്റെ സന്തോഷത്തെക്കാൾ വലുതായിട്ട് എന്താ നമുക്കുള്ളത്? ആ, ഉമ്മയോ? ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? മോൻ വരാൻ വേണ്ടി നിന്നതാ. ഉമ്മ പോയിട്ട് കൊറേ കഴിഞ്ഞു. ഇനി ഇപ്പൊ നോമ്പ് തുറന്നിട്ട് പോയ പോലെ. ഏയ്, ഉപ്പയും സലീമും ഇപ്പ വരും. പോട്ടെ മോളെ. റഫീഖ് എവിടെ പോയി? മോനകത്ത് തളർന്നുറങ്ങാ. നോമ്പെടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അവന് മരുന്ന് മുടക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ കൊറേ പറഞ്ഞു, സമ്മതിക്കണ്ടേ? സ്കൂളിൽ നിന്ന് വരുമ്പോ തന്നെ മോന് തല ചുറ്റുന്നുണ്ടായിരുന്നു. ഇത്ര വന്ന പാടെ കേറി കിടക്കണതാ എന്റെ കുട്ടി. എന്തെങ്കിലും കഴിക്കാൻ കുറെ നിർബന്ധിച്ചു, സമ്മതിച്ചില്ല. നിങ്ങളൊന്ന് പോയി വിളിച്ചു. ആയിഷ, അവൻ ഉറങ്ങട്ടെ, ഉണർത്തണ്ട. നോമ്പ് മുറിക്കാറാവുമ്പോ മോനെ വിളിച്ചാൽ മതി. സ്കൂള് വിട്ട് വന്നിട്ട് അപ്പൊ കിടക്കണ കിടപ്പാ. പുറത്താരോ വന്നിട്ടുണ്ടല്ലോ, ഒന്ന് പോയി നോക്കിയേ. അസ്സലാമലൈക്കും. വഅലൈക്കും സലാം. ഞാനൊരു ഫക്കീര, കുറച്ചു ദൂരെ നിന്ന് വരിക. മകരിവിലുള്ള നേരായി. ഇനിയിപ്പോ പള്ളി വരെ നടന്നെത്താനാവില്ല. വയ്യ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നോമ്പ് തുറക്കാനും
നിസ്കരിക്കാനും ഒരു സൗകര്യം ചെയ്തു തന്നാൽ ഉപകാരായി. വയ്യ. ഓ അതിനെന്താ, അകത്തേക്ക് വരും. അല്ലാ. അസ്തഗ്ഫിറുല്ലാഹ് അലീം. ഫക്കീർ ഇരിക്കേ. അൽഹംദുലില്ലാഹ്. ശുക്രിയ റബ്ബി. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം. മോന്റെ പേര് അൻവർ. കിടക്കണോ? വേണ്ട വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. കിടന്നാൽ ക്ഷീണം കൂടും. എന്തെങ്കിലും സ്വലാത്തും ദിക്റും ചൊല്ലിയിരുന്നാൽ കിട്ടുന്ന പുണ്യം ഉറങ്ങിയ കിട്ടുമോ? മോൻ പോയി വസ്ത്രം മാറി വാ. ശരി. ആയിഷ, ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം. മോനെ ഉണർത്തണ്ട, അവൻ കിടക്കട്ടെ. ആരാ വന്നത്? അതൊരു ഫക്കീറാണ്. കണ്ടാൽ ഒരു സൂഫേറിനെ പോലുണ്ട്. പള്ളിയിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. നിസ്കരിക്കാനും നോമ്പ് തുറക്കാനും ഒരു സൗകര്യം ചോദിച്ചു. ഞാൻ അപ്പുറത്തെ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. അതേതായാലും നന്നായി. നീ ചെന്ന് നോമ്പ് തുറക്കുള്ള വിഭവങ്ങളെല്ലാം തയ്യാറാക്കി വെക്കുക. എല്ലാം തയ്യാറാണ്. അതെയോ? ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം. ആയിഷ, ആയിഷ, ഫ്രൂട്ട്സ് ഞാൻ മുറിക്കാം. നീ പോയി മോനെ വിളിക്കാം. റഫീഖേ, എന്തുറക്കാ ഇത്? റഫീഖേ, എണീക്ക് മോനെ. ദേ ബാങ്ക് കൊടുക്കാറായി. എണീറ്റേ, നോമ്പ് തുറക്കാൻ നേരായി. റഫീഖേ മോനെ, എന്തായി ചെക്കൻ? റഫീഖേ മോനെ, റഫീഖേ, റഫീഖേ, ഇക്ക ഒന്ന് ഓടി വന്നേക്ക. എന്താ ആയിഷ? മോനെ, എന്തോ റഫീഖേ, എന്റെ പൊന്നു മോനെ, റഫീഖ് മോനെ, ഒന്ന് എണീക്കടാ. റഫീഖേ, എന്റെ പൊന്നു മോനെ, എഴുന്നേൽക്കടാ. ഈ ഉമ്മാനെ വിഷമിപ്പിക്കില്ല മോനെ. റഫീഖേ, ഇക്ക ഒന്ന് ഓടി വന്നേക്ക. എന്റെ മോനെ എന്ത് പറ്റി? ഇക്ക മോനൊന്ന് വിളിച്ചേക്ക. റഫീഖേ, പഠിച്ചോനെ, എന്റെ മോനൊന്ന് പഠിച്ചോനെ, എന്റെ മോനെ എന്ത് പറ്റി? മാത്യു ഡോക്ടർക്ക് ഫോൺ ചെയ്യിക്ക, ഒന്ന് നോക്കിക്ക. നമ്മുടെ മോന് എന്താ പറ്റിയത്? അല്ലാ, എന്റെ മോനൊന്നും പറ്റത്തില്ല പഠിച്ചോനെ. ആയിഷ, എന്താ എന്ത് പറ്റി? അളിയൻ ചെന്ന് നോമ്പ് പറഞ്ഞു. ഡോക്ടർക്ക് ഞാൻ ഫോൺ ചെയ്യാം. ആയിഷ, ചെന്ന് നോമ്പ് പറഞ്ഞു. എന്റെ പൊന്നു മോൻ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ എങ്ങനെ നോമ്പ് തുറക്കാനോ കുഞ്ഞിക്ക? എന്റെ മോനെ കിടപ്പ് കണ്ടിട്ട് സഹിക്കും. ഹലോ, മാതി ഡോക്ടർ അല്ലേ? അതെ,
ഞാൻ സലീമാണ് ഡോക്ടർ, അമറിന്റെ അളിയൻ. ആ പറയൂ. റഫീഖിന് തീരെ സുഖമില്ല, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് എത്തണം. ശരി ശരി, ഇതാ എത്തി. ഹലോ മുജി, ഒന്ന് വേഗം റെഡിയായി നിൽക്കൂ. ഒരു പേഷ്യന്റിനെ കാണാൻ ഉടനെ പോകാനുണ്ട്. ശരി. എന്താ എന്താ? ഞങ്ങളെ മോൻ വിളിച്ചിട്ട് എണീക്കുന്നില്ല, അവൻ അനക്കമില്ല ഫക്കീറെ. ചതിച്ചോറപ്പേ. നിങ്ങൾ ഭയപ്പെടാതിരിക്കെ, മോനൊന്നും സംഭവിക്കില്ല. ആദ്യം നോമ്പ് തുറക്ക്. ഫക്കീർ നോമ്പ് തുറത്തോളൂ, ഞങ്ങൾ പിന്നെ നോമ്പ് തുറന്നോളാം. പാടില്ല. നോമ്പ് നോൽക്കുന്നത് പോലെ തന്നെ സമയത്തിന് നോമ്പ് തുറക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. റബ്ബുൽ-ഇസ്സത്തായ തമ്പുരാനെ, ലോകരക്ഷിതാവേ, എല്ലാം പൊറുക്കപ്പെടുന്ന, മനമുരുകി പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദറിന്റെ അവസാനത്തെ 10 ആണ്. ജനയും നദിയും നിശ്ചയിക്കുന്ന നാഥ, ഈ മാതാപിതാക്കളുടെ ദുഃഖം സഹിക്കാനാവുന്നില്ലല്ലോ തമ്പുരാനെ. ഡോക്ടർ എത്തിയെന്ന് തോന്നുന്നു. മോൻ എന്ത് പറ്റി? എന്റെ കുട്ടി വിളിച്ചിട്ട് എഴുന്നേക്കണില്ല. നോക്കാം. എന്ത് പറ്റി? എത്രയും പെട്ടെന്ന് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. പ്രാർത്ഥിക്കുക. ഡോക്ടർ, മോൻ എന്തെങ്കിലും? വളരെ അപൂർവം ആളുകളിൽ മാത്രം കണ്ടുവരുന്ന അസുഖമാണിത്. 4 നേരവും മുടങ്ങാതെ മരുന്ന് കഴിക്കണം. ഒരു നേരം മരുന്ന് മുടങ്ങിയാൽ തലചുറ്റൽ അനുഭവപ്പെടും. അപ്പൊ പിന്നെ മരുന്ന് പാടെ ഒഴിവാക്കിയാൽ പറയേണ്ടതില്ലല്ലോ. ശ്വാസോച്ഛ്വാസം, നാടിമിടിപ്പ്, ഹൃദയസ്പന്ദനം ഇതെല്ലാം നിന്നതുപോലെ തോന്നും. അത് തന്നെയാണിപ്പോ മോനും സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഞാനിതാ വരുന്നു. ഇനിയെല്ലാം ദൈവവിധി പോലെ. എന്താ ഡോക്ടർ പറഞ്ഞത്? സലീമേ, എന്താ മോനെ ഡോക്ടർ പറഞ്ഞത്? ഒന്നുമില്ലമ്മ, മോൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നാ ഡോക്ടർ പറയുന്നത്. എന്റെ റബ്ബേ, എന്റെ കുട്ടിക്ക് ഒന്നും വരുത്തല്ല റബ്ബേ. എത്ര നേർച്ചകൾ നേർന്നിട്ടുണ്ടായ മോന.
എന്റെ മോടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല പടച്ചോനെ. ഉമ്മ, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു നിൽക്കാതെ ആയിഷാന്ന് ചെന്ന് സമാധാനിപ്പിക്കും. എന്താ ഡോക്ടർ നീ പറഞ്ഞു? വിഷമിക്കാതിരിക്കും. മോനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വണ്ടിയുമായി ഡോക്ടർ ഇപ്പോഴും എത്തും. ഇല്ല, നിങ്ങൾ എല്ലാവരും കൂടി എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. എന്റെ മോൻ എന്തു പറ്റി കുഞ്ഞിക്ക? ഉമ്മ, എന്റെ മോൻ എന്തു പറ്റി? എന്താ നിങ്ങളൊന്നും വേണ്ടാത്തത്? നീ വിഷമിക്കല്ലേ മോളെ, അവനൊന്നുമില്ല. എന്റെ മോൻ എന്തേലും പറ്റിയ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്താ മോളെ ഇത്? നമ്മുടെ മോന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ലേക്ക. എനിക്ക് സഹിക്കണില്ല.
മോന്റെ പേരെന്താ? റഫീഖ്. ഈ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ അബോധാവസ്ഥയിലാണ്. ഫക്കീറെ, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഡോക്ടറും മനുഷ്യൻ തന്നെയല്ലേ, പടച്ചോനൊന്നുമല്ലല്ലോ. മരിച്ചെന്നും പറഞ്ഞ് ഡോക്ടർ വിധിയെഴുതി കവറടക്കാൻ നോക്കുമ്പോ ജീവനുണ്ടെന്ന് കണ്ട് പിന്നെയും എത്രയോ കാലം ജീവിച്ച ആള് ഈ ദുനിയാവിലുണ്ടായിട്ടുണ്ട്. മനുഷ്യന്റെ പഠിപ്പിനും കണ്ടുപിടുത്തത്തിനും പരിധിയുണ്ട്. പക്ഷേ പടച്ചോന്റെ അറിവിന് പരിധിയുണ്ട. ആ ഡോക്ടറെക്കാളും മുന്തിയ ഡോക്ടറുണ്ട്. പെറ്റ വയറിന്റെ വേദനയോടെ മോനെ പേരെടുത്ത് വിളിക്ക്. അവനുണരും, അവനുണരും. മോനെ റഫീഖ്, എന്റെ പൊന്നു മോനെ റഫീഖ്, ഒന്ന് നോമ്പ് തുറക്കണ മോനെ റഫീഖ്, റഫീഖ് മോനെ റഫീഖ്, എണീക്കട, ഉമ്മാനെ വിഷമിപ്പിക്കല്ലടാ. മോന്റെ കൈവിരിയാൻ അനങ്ങുന്നുണ്ടല്ലോ. മോനെ, എന്റെ പൊന്നു മോനെ. അല്ലാ, എന്താ എല്ലാരും ഇവിടെ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. ഉമ്മാനെ നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മുത്തേ. നമ്മുടെ പൊന്നു മോനെ എണീറ്റിക്ക. മോനെ പേടിപ്പിച്ചല്ലോടാ നീ ഞങ്ങളെ. എന്റെ മോനെ എന്തിനൊപ്പം കരയണ? നിങ്ങൾ കരഞ്ഞ ഞാനും കരയും. ഒന്നുമില്ല മോനെ. ഉമ്മമാടെ മോൻ കരയണ്ട. ആയിഷ, അൻവറെ, നിങ്ങൾ കരയണ കണ്ടിട്ട് എന്റെ കുട്ടി ആകെ വിഷമിക്ക. എന്റെ മോൻ എണീറ്റല്ലോ. എന്റെ ബലിങ്ങളെ. ഫക്കീറെ, അങ്ങ് പറഞ്ഞതാണ് ശരി. അള്ളാഹുവിനേക്കാൾ വലിയ ഡോക്ടറില്ല. ഫക്കീറെ, ഞങ്ങളെ പൊന്നു മോനെ അള്ളാഹു ഞങ്ങൾക്ക് തിരിച്ചു തന്നില്ലേ? അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വളരെ വലുതാണ്. അവനെല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. നോമ്പ് നോൽക്കാൻ ആഗ്രഹിക്കുന്നത് കൊച്ചു കുഞ്ഞാണെങ്കിലും അതിനെ തടയരുതെന്ന അള്ളാഹുവിന്റെ കൽപ്പന. അവനാണ് എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷകൻ. മനമുരുകി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. മോനെ വിളിച്ചിരുത്തി സന്തോഷത്തോടെ എല്ലാവരും നോമ്പ് തുറക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ഡോക്ടറെ, ഇനിയിപ്പോ നാളെ പെരുന്നാളാണ്. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പെരുന്നാൾ കൂടാം.